മരണം വിളിച്ചു വരുത്തുമെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയട്ടെ. ചില ദീർഘവർഷങ്ങൾ മുന്നേ നമുക്കെല്ലാവർക്കും വളരെ അറിവുള്ളതായ ഒരു കാര്യമാണ് ടൈറ്റാനിക് എന്ന് പറഞ്ഞതായ ഒരു കപ്പലിനെ പറ്റി. അതിന്റെ നിർമ്മാതാക്കൾ വലിയ കോടീശ്വരന്മാരായിരുന്നു. ആ ടൈറ്റാനിക് നിർമ്മിച്ചു. എല്ലാവരും ഹൈ സൊസൈറ്റിയിൽ ജീവിക്കുന്നതായ എല്ലാവരും അതിൽ യാത്ര ചെയ്യുവാനായി ഇറങ്ങിത്തിരിച്ചു. അവരെല്ലാവരും വളരെ ആ സന്തോഷത്തോടും ആ വലിയ ഉല്ലാസത്തോടും കൂടെ അത് യാത്ര തിരിച്ചു. യാത്ര പോകും വേളയിൽ അതിന്റെ ക്യാപ്റ്റന് ഒരു മുന്നറിയിപ്പ് കിട്ടി. ഒരു വലിയ മഞ്ഞുമല നിങ്ങൾ സഞ്ചരിക്കുന്ന സഞ്ചാരപഥത്തിൽ നിങ്ങൾക്ക് അഭിമുഖമായി കടന്നു വരുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു മുന്നറിയിപ്പ്, ഒരു വാണിംഗ് ഇവർക്ക് ലഭിച്ചു. നേരെ ഇവർ ഒരിക്കലും തകരാത്ത എന്ന് അഭിമാനിച്ച്, ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്തത് എന്ന് അഭിമാനിച്ച് യാത്ര ചെയ്തതായ ഈ കപ്പൽ അവരാ അഹങ്കാരത്തോടുകൂടെ ഒരു മഞ്ഞുമലയ്ക്കൊന്നും ഇതിനെ തകർക്കാൻ കഴിയത്തില്ല, പിന്നെയോ അത്രത്തോളം വിപുലമായും വളരെ ശക്തമായും ഉണ്ടാക്കപ്പെട്ടതാണ് ഈ കപ്പൽ എന്നുള്ള വ്യാമോഹത്തോടുകൂടെ മുന്നോട്ട് യാത്ര ചെയ്തു. പരിണിത ഫലം നമുക്കെല്ലാവർക്കും അറിയാം. അനേക ജീവനുകൾ ആ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അല്ലെങ്കിൽ ആ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് അത് താണുപോകുവാനിടയായി. ഒരിക്കൽ പോലും ആ കപ്പൽ ഉയർത്തിയെടുക്കാൻ കഴിയാത്ത നിലകളിൽ അത്രത്തോളം അഗാധതയിൽ ആ ജീവൻ പൊലിഞ്ഞു പോയെങ്കിൽ, പ്രിയ സ്നേഹിത, തിരുവചനം പറയുന്നതായ മുന്നറിയിപ്പുകളെ അവഗണിച്ച് ജീവിക്കരുത് എന്ന് ഇന്നത്തെ പകൽവേള സന്തോഷത്തോടും ധൈര്യത്തോടും ദൈവം നൽകിയ കൽപ്പന പ്രകാരം, ദൈവം നൽകിയ നിർദ്ദേശപ്രകാരം, വചനം നൽകുന്നതായ ആജ്ഞാപ്രകാരം ഈ ദേശത്തിന്റെ മധ്യത്തിൽ വിളിച്ചു പറയുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ വേണം മുന്നോട്ട് ജീവിക്കണം. എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയുന്നു? വിശുദ്ധ വചനം പറയുന്നത് സത്യമാണോ? സവിസ്തരം പല കാര്യങ്ങൾ അതിൽ കൂടെ തെളിയിച്ച് പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും സമയത്തിന്റെ പരിധിയിൽ ഞാൻ അത്രത്തോളം അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ യേശു കർത്താവ് പറഞ്ഞതായ മുന്നറിയിപ്പുകൾ ദൈവമക്കളെ, സ്നേഹവാസികളായ ദേശവാസികളെ, നിങ്ങളോട് എനിക്ക് പറയുവാൻ, അറിയിക്കുവാൻ സന്തോഷമുണ്ട്. ഇവിടെ പറയുന്നതായ മുന്നറിയിപ്പുകൾ എന്തുകൊണ്ട് വിശ്വസിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യേശുവിനെ കുറിച്ചുള്ള ഒന്നാമത്തെ ആ വരവിനെ പറ്റി പറഞ്ഞതായ കാര്യങ്ങൾ ആർക്കും എതിർ പറയാൻ കഴിയാത്തവണ്ണം അന്ന് പ്രവചനമായിരുന്നെങ്കിൽ ഇന്നതൊരു ചരിത്രമായി ആകത്തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെട്ടു, അത് നിവർത്തിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രവചനതുല്യമായി നിൽക്കുന്ന യേശുവിന്റെ രണ്ടാമത്തെ വരവും യാതൊരു തടസ്സവും കൂടാതെ നിവർത്തിക്കപ്പെടുമെന്ന് അനേക തെളിവുകൾ നിരത്തുവാൻ കഴിയും. യേശു പറഞ്ഞതായ അനേക തെളിവുകൾ ഇതിനോടുള്ള ബന്ധത്തിലുണ്ട്. അവർ ചോദിച്ചത് എപ്പോൾ സംഭവിക്കും, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞതായ ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഞാൻ ഈ പറയുന്നതായ കാര്യങ്ങൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ സവിസ്തരം വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളതായ കാര്യങ്ങളാണ്. താൻ പറയുകയാണ്, ക്രിസ്തു എന്ന് പറഞ്ഞ് എന്റെ പേരെടുത്ത് അനേകർ നിങ്ങളെ തെറ്റിക്കും. ക്രിസ്തു എന്ന പേര് എടുത്തിട്ട് അനേകർ നിങ്ങളെ തെറ്റിക്കും. നിങ്ങൾ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കണം. നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും നിങ്ങൾ കേൾക്കും. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെവിടങ്ങളിലായി ഉണ്ടാകും. എന്റെ നാമനിമിത്തം നിങ്ങളെ പകയ്ക്കും, നിങ്ങളെ ഉപദ്രവിക്കും, നിങ്ങളെ കൊല്ലും. അനേക കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും. അധർമ്മം പെരുകും. അധർമ്മം പെരുകുന്നത് കൊണ്ട് സ്നേഹം തണുത്തുപോകും. പിന്നെ ഇത്രയും കാര്യങ്ങൾ ഇന്ന് ലോകത്തിൽ നടക്കുന്നതായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം യേശു ഇസ്രായേലിനെ ചൂണ്ടിക്കൊണ്ട് ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ അത്തിയുടെ ഇല ഇളകായി തളിർക്കുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം, മനുഷ്യപുത്രന്റെ വരവ് വാതിൽക്കലെത്തിയിരിക്കുന്നു എന്നുള്ളതായ കാര്യം നമുക്കറിയാം. പ്രിയ സ്നേഹിതരെ, ഇസ്രായേൽ ജനം ദൈവത്തിനെതിരായി നിന്ന് ഈ കർത്താവായ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്ത് അവനെതിരായി അവനെ മസിഹയായി അംഗീകരിക്കാൻ കഴിയാതെ അവർ സ്വയം പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും കടന്നു വരട്ടെ എന്ന് പറഞ്ഞ അവരുടെ ആഗ്രഹം പോലെ തന്നെ അവരുടെ അനേകർ അതേ കൊല്ലപ്പെടുവാനും അവർ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക്
ചിതറിപ്പോകുവാനും ഇടയായത് ഒരു ചരിത്ര സത്യമാണ്. ആർക്കും അത് നിഷേധിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. എന്നാൽ സ്വന്തമായ ഒരു രാജ്യമെന്ന് പറയുവാൻ ഇല്ലാതിരുന്നതായ ഇസ്രായേൽ 1948 കാലത്ത് അതേ സ്വന്തമായി അവർക്ക് രാജ്യം അവിടെ രൂപീകരിക്കപ്പെടുവാൻ തക്കവണ്ണം അതിന്റെ പിന്നിലെ കഥകൾ അത്ഭുത പ്രവർത്തികളാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ലെന്നുള്ളതിന് തെളിവാണ്. ഇസ്രായേൽ അത്തി എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ രാഷ്ട്രീയ അനുഭവങ്ങളെ കാണിക്കുന്നതായ ഒരു വൃക്ഷമാണ്. ആ വൃക്ഷം തളിർത്തു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഒരു ജാതിയാകാതെ മുടിച്ചു കളഞ്ഞ ലോക ശക്തികളുടെ മുമ്പിൽ ഇസ്രായേൽ ഒരു ജാതിയായി ആ രാജ്യത്ത് രൂപീകൃതമായെങ്കിൽ യേശുക്രിസ്തുവിന്റെ വരവ് വാതിൽക്കൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് യാതൊരു അർത്ഥശങ്കയ്ക്കും കാരണമില്ല. പ്രിയ സ്നേഹിതരെ, ഞാനിവിടെ പറഞ്ഞതുപോലെ അതിന് മുമ്പായി യേശു പറഞ്ഞതായ അനേക കാര്യങ്ങൾ ഇന്ന് നമ്മൾ ലോകരാജ്യങ്ങളിൽ, നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകരാജ്യങ്ങളിൽ എവിടെ നോക്കിയാലും നമുക്കത് കാണുവാൻ കഴിയും. ഒരു കാര്യം മാത്രമല്ല പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ സംഹരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും അവസാനം പറഞ്ഞു, അധർമ്മം പെരുകും, സ്നേഹം തണുത്തുപോകും. ഞാൻ ആദ്യമേ ഓർപ്പിച്ചല്ലോ, രാവിലെ നമ്മൾ സന്തോഷത്തോടെ ആകാംക്ഷയോടെ പത്രം നോക്കുമ്പോൾ നമ്മെ കേൾപ്പിക്കുന്ന വർത്തമാനം ഒരിക്കലും സന്തോഷത്തിന്റെ വർത്തമാനമായിരിക്കത്തില്ല. അപ്പന് മക്കളെ തിരിച്ചറിയാൻ കഴിയാതെ, മക്കൾക്ക് മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിയാതെ, സഹോദരങ്ങൾക്ക് തമ്മിൽ തിരിച്ചറിയാൻ കഴിയാതെ, മൃഗങ്ങൾ പോലും ചെയ്യുവാൻ അറയ്ക്കുന്നതായ അനേക ദുഷ്കർമ്മങ്ങൾ, ദുഷ്പ്രവർത്തികൾ ദേശത്ത് ഓരോ ദിവസങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കേട്ടത് സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തിയതായ മകൻ സ്വന്തം സഹോദരനാൽ ദൈവഹിതമല്ലാത്ത പ്രവൃത്തിയിൽ കൂടെ പുതിയ ജന്മം നൽകിയ സഹോദരി, അങ്ങനെ നമ്മൾ മനുഷ്യ മനസ്സിലെ അറപ്പുളവാക്കുന്ന എത്ര കാര്യങ്ങൾ നമ്മുടെ അടുക്കൽ തന്നെ, തൊട്ടടുക്കൽ തന്നെ മനുഷ്യനെ കുരുതി കൊടുക്കുന്നതായ അനുഭവങ്ങൾ, അങ്ങനെ എത്ര കാര്യങ്ങൾ ഓരോ ദിവസങ്ങളും നമ്മുടെ കണ്ണിൽ മുമ്പിൽ കൂടെ കടന്നു പോകുന്നു. സ്നേഹമുണ്ടെങ്കിൽ ഇതുവല്ല സംഭവിക്കുമോ? പ്രിയ സ്നേഹിതരെ, യാന്ത്രികമായി ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് നടക്കുക എങ്ങനെയും സ്വസ്നേഹികളായി, ദൈവത്തിന്റെ വചനം പറയുന്ന വാക്കതാണ്, ഈ നാളുകളിൽ അവർ സ്വസ്നേഹികളായി, വമ്പ് പറയുന്നവരായി, അമ്യപ്പന്മാരെ അനുസരിക്കാത്തവരായി എന്നൊക്കെ പറയുന്ന തിരുവചനത്തിൽ വളരെ ലളിതമായി മനസ്സിലാകുന്ന ഭാഷയിൽ വെളിപ്പെടുത്തിയിട്ടുള്ളതായ കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. പ്രിയ സ്നേഹിത, ഇതൊക്കെ നടക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയാമോ? അധർമ്മം പെരുകുന്നു. ഇതൊക്കെ നടക്കുന്നത് കർത്താവിന്റെ വരവ് വാതിക്കലെത്തിയിരിക്കുന്നു. റോമാലേഖനത്തിൽ കർത്താവ് പറയുന്നതായ ഒരു ഭാഗമുണ്ട്, ദൈവവചനത്തിൽ ഒരു ഭാഗം പറയുന്നുണ്ട്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവരെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. ദൈവത്തെ കുറിച്ച് മനുഷ്യന് മനസ്സിലാക്കാവുന്ന നിലകളിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടും സത്യദൈവത്തെ തിരിച്ചറിയുവാൻ മനസ്സില്ലാതെ ജ്ഞാനികൾ എന്ന് പറഞ്ഞ് അവരുടെ ഹൃദയം ഭോഷത്വത്തിലേക്ക് തിരിയുന്നതായ അനുഭവങ്ങൾ, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന ഏത് മനുഷ്യന്റെയും അഭക്തിക്ക് ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. തുടർന്ന് താഴോട്ട് റോമാലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് ദൈവം അവനെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, ശരീരത്തെ തമ്മിൽ അപമാനിക്കേണ്ടതിന് ഏൽപ്പിച്ചു. ഇങ്ങനെ തുടങ്ങിയ ഒരു നീണ്ട പട്ടിക താഴോട്ട് കാണി ഇന്ന് സമൂഹത്തിൽ നടക്കുന്നതായ എല്ലാ പ്രവർത്തികൾക്കും കാരണം ദൈവത്തെ അറിയുകയും ദൈവഹിതപ്രകാരം ദൈവം എന്തിനു വേണ്ടി തന്റെ പുത്രനെ ഈ ലോകത്തേക്ക് അയച്ചു, മാനവകുലത്തെ രക്ഷിപ്പാൻ, എന്നെയും നിന്നെയും രക്ഷിപ്പാൻ അയച്ച ആ ദൈവത്തെ ദൈവം ഓർത്ത് അവനെ ആരാധിപ്പാനോ അവൻ ചെയ്തതായ രക്ഷണ പ്രവർത്തിക്ക് അവനോട് നന്ദി പറയുവാനോ കഴിവില്ലാത്തവരായി ജ്ഞാനികൾ എന്ന് പറഞ്ഞ് മൂഢരായി പോയി ദൈവത്തിന്റെ സ്ഥാനത്ത് ഏതെങ്കിലും മനുഷ്യരെയോ അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടികളായ എന്തിനെയെങ്കിലും ദൈവത്തിന്റെ സ്ഥാനത്ത് നിർത്തി ദൈവത്തിന് പകരമായി ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ കോപം
സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെ കുറിച്ച് അറിയാവുന്നത് നമുക്ക് മനസ്സിലായി തീരുമല്ലോ. ഞാൻ എന്റെ ഒരു അനുഭവം പറയാം.